അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഈ വീഡിയോ നിങ്ങൾ ആരും തട്ടിമാറ്റി പോകരുത്. വളരെ കുറഞ്ഞ സമയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇന്നത്തെ ദിവസവും നാളത്തെ പകലും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രാത്രിയും പകലുമൊക്കെയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഒരു വർഷത്തേക്ക് നമുക്ക് വലിയ കാവലും വലിയ ഹിഫ്ളും വലിയ ബറക്കത്തും ലഭിക്കാൻ അത് കാരണമാകും. വലിയ വലിയ അപകടങ്ങളെ തൊട്ടൊക്കെ നമുക്ക് കാവൽ ലഭിക്കാൻ കാരണമാകും. മാരകമായ രോഗങ്ങൾ ഉണ്ടാകില്ല, ബുദ്ധിമുട്ടുണ്ടാകില്ല. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മഹത്തുക്കളായ ഇമാമുകൾ പറയുന്നതാണ്. കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരിക്കുവിൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ചോദിച്ച് വിളിക്കുന്നുണ്ട്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച വരാൻ വേണ്ടി ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. ഈ നമ്പറിലാണ് കോൾ ചെയ്ത് ബുക്ക് ചെയ്യേണ്ടത്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം ചൊവ്വാഴ്ച വരിക. പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ 12-ാം രാവ് എന്ന് പറയുന്നത് ഇന്ന് മഗ്‌രിബോട് കൂടെയാണ് ആരംഭിക്കുന്നത്. 12ൻ്റെ പകൽ എന്നുള്ളത് നാളെ പകലാണ്, നമുക്കറിയാം. ഈ ഒരു പവിത്രമേറിയ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. മഹത്തുക്കളൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ റബീഉൽ അവ്വലിൻ്റെ ഓരോ ദിവസവും രാത്രിയിൽ മങ്കൂസ് മൗലിദ് പൂർണ്ണമായും പാരായണം ചെയ്തവർ, കുറച്ച് പാരായണം ചെയ്തവരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ദിവസം എന്ന് പറയുന്നത് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ 12ൻ്റെ പുലരിയിലേക്ക് നമ്മൾ എത്താനിരിക്കുന്നു. 12-ാം രാവിലാണ് നമ്മൾ ഉള്ളത്. ഈ രണ്ടു സമയങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ശരിക്കും നമ്മളിവിടെ ഉണ്ടാവാൻ കാരണം, ഈ ഭൂമി തന്നെ സൃഷ്ടിക്കാൻ കാരണം, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണം, നമ്മളൊക്കെ നാളെ പരലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ കാരണം ഒക്കെ മുത്തുനബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ പറയണം, ഈ ദുനിയാവിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടതിൽ മാത്രമാണല്ലോ വിശ്വസിക്കുക. ഇപ്പം നിങ്ങൾ ഈ മൊബൈൽ ഫോൺ കാണുന്നുണ്ട്, അപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? അങ്ങനെ കണ്ടതിൽ മാത്രമാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്നത്. അതാണ് നമ്മുടെ ഒരു ശൈലി. പക്ഷേ അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ? മുത്തുനബി തങ്ങൾ അള്ളാഹു നേരിട്ട് കണ്ടു. ആ നബിതങ്ങളാണ് നമ്മോട് ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ മുത്തുനബി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സജീവമാക്കിയിട്ട് അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹത്തുക്കളൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും മൗലിദ് പാരായണം ചെയ്യുന്നു, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നത് അതുകൊണ്ടാണ്. ഹബീബായ തങ്ങളുടെ ജന്മം കൊണ്ട് നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷിക്കുക. ഈ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങളെ കണ്ട് സന്തോഷിക്കുകയാണ്. കാരണം മുത്തുനബി തങ്ങളാണല്ലോ ഏറ്റവും വലിയ റഹ്മത്ത്. അത് ഖുർആനിലെ മറ്റൊരു ആയത്തുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ നാം ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല. അപ്പോൾ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് റഹ്മത്തായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ സന്തോഷിക്കുക എന്നുള്ള ഈ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പൂർവ്വസൂരികൾ ചെയ്തതൊക്കെ നമ്മൾ ചെയ്യണം ഇൻഷാ അള്ളാഹ്. അതിലൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് മഹാന്മാരൊക്കെ പറയുന്നതായിട്ട് കാണാം. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും മുത്തുനബി തങ്ങളുടെ മൗലിദിന് വേണ്ടിയിട്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടിയാൽ, മൻ ജമഅ ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാന വഹയ്യ ത്വആമ, ആളുകളെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം തയ്യാറാക്കി സ്ഥലമൊക്കെ വൃത്തിയാക്കി, വസ്വാറ സബബൻ ലിഖിറാഅത്തിഹി, മുത്തുനബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനൊരു കാരണവും കൂടി ആവുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആക്കുന്നതാണ് മഅസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സുദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടും സ്വാലിഹീങ്ങളോടെയും കൂടെയാക്കുന്നതാണ്. വയകൂനു ഫി ജന്നാത്തിൻ നഈം, അവന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കുന്നതാണ്. ഇനി നോക്കൂ, മഹാനരായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ് മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. മഹാനവർകളും ഇതേപോലുള്ള ഒരു ആശയം പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്.
നിങ്ങൾ നോക്കൂ, മൻ ഹയ്യ ത്വആമൻ ലി അജ്ലി ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മുത്തുനബി തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഭക്ഷണം തയ്യാറാക്കിയാൽ, വ ജമാഅ ഇഖ്വാനൻ ആളുകളെ ഒരുമിച്ച് കൂട്ടി, വ ഔഖദ സിറാജൻ ദീപാലങ്കാരം നടത്തി, ലൈറ്റുകളൊക്കെ അലങ്കരിച്ചു, വീട്ടിൽ ബൾബുകളൊക്കെ തൂക്കിയിട്ട് മുത്തുനബി തങ്ങളുടെ മൗലിദിനെ, മീലാദിനെ, ആ മാസത്തിനെ, മുത്തുനബി തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തു. വലബിസ ജദീദൻ പുതുവസ്ത്രം ധരിച്ചു, വതബഖറ വതഅത്തറ നല്ല സുഗന്ധങ്ങളൊക്കെ പൂശി സുഗന്ധപൂരിതമാക്കി ബുഖൂറൊക്കെ പുകച്ചു. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? തഅലീമല്ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിനെ, മൗലിദിനെ തഅലീം ചെയ്തുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോടുകൂടെ അവരെ ഒരുമിച്ച് കൂട്ടുകയും, വകാന ഫി അഅല ഇല്ലിയീൻ, അവന് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനത്തെത്തുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്? മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞതുണ്ട്, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുണ്ട്. ഭക്ഷണം തയ്യാറാക്കണം, അന്നത്തെ ദിവസം മൗലിദ് ഓതുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കണം. ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന രൂപത്തിൽ ആളുകൾ ഒരുമിച്ച് ഒരാളെങ്കിലും കൂട്ടിയാൽ മതിയെന്ന്, ഒരുമിച്ച് കൂട്ടണം. പിന്നെ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ സ്ട്രിപ്പ് ലൈറ്റെങ്കിലും കൊണ്ടുവന്ന് ഒരു ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്. ഇന്ന് നിങ്ങൾ പല മദ്രസകളിലേക്കും നോക്കൂ, പല പള്ളികളിലേക്കും നോക്കൂ, ആലിമീങ്ങളുടെയും സാദാത്യങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് നോക്കൂ, മഹബത്തുള്ള ആളുകളുടെ വീടുകളിലേക്ക് നോക്കൂ. അവരുടെയൊക്കെ വീട് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. ഇതിലും അലങ്കരിച്ചവരുണ്ടാവും കേട്ടോ. അവരൊന്ന് എഴുതി അറിയിക്കണേ. വീട് നബിദിനവുമായി ബന്ധപ്പെട്ട്, റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് അലങ്കരിച്ചവരോ, മർഹബൻ ബി ഷഹരി റബീഉൽ അവ്വൽ എന്ന ബോർഡ് വെച്ചവരോ, എന്തെങ്കിലും ഒരു മാറ്റം ചെയ്തവരുണ്ടെങ്കിൽ അറിയിക്കണേ. അങ്ങനെ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ചു. അപ്പോൾ എന്താ? ഭക്ഷണം തയ്യാറാക്കി ആളുകൾ ഒരുമിച്ച് കൂട്ടി, വീട്, നമ്മുടെ മസ്ജിദ്, നമ്മുടെ സ്ഥാപനം, ഇതൊക്കെ നമ്മൾ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ചു. വലബിസ ജദീദൻ, അന്നത്തെ ദിവസം പുതുവസ്ത്രം ധരിക്കുകയും കൂടി ചെയ്താൽ മൗലിദിന് വേണ്ടിയിട്ട്, വതബഖറ വതഅത്തറ, അത്തറൊക്കെ പൂശി ബുഖൂറൊക്കെ ഉപയോഗിച്ച് നല്ല രൂപത്തിൽ നല്ലൊരു സുഗന്ധപൂരിതമൊക്കെയാക്കി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? തഅലീമല്ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് ഒരു ബഹുമാനത്തോടു കൂടെയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്കത് വളരെ കൃത്യമായി ചെയ്യാലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയുന്ന ഉദ്ധരണികളൊക്കെ ഞാൻ ഈ വായിച്ചതൊക്കെ എവിടുന്നെങ്കിലും എടുത്ത് വായിക്കുന്നതല്ല. ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഫത്ഹുൽ മുഈനിനെ വിശദീകരിച്ച് മുഹമ്മദ് ഷത്തദ്ദമിയാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തി വെച്ച കൃത്യമായ രേഖയോടുകൂടെയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമുക്കിത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ ഒരു വീട്ടിലോ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു നാട്ടിലോ ഒരു ദേശത്തോ ഒരു റൂമിലോ എവിടെയാണെങ്കിലും മൗലിദ് പാരായണം ചെയ്താലുള്ള ഗുണം എന്താണ്? അത് മഹാനരായ അല്ലാമ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. മാമിൻ മുസ്ലിമിൻ ഖറഅ ഫീ ബൈതിഹി മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു മുസ്ലിമാണോ അവൻ്റെ വീട്ടിൽ മൗലിദ് പാരായണം നടത്തുന്നത്, അങ്ങനെ മൗലിദ് പാരായണം നടത്തിക്കഴിഞ്ഞാൽ, ഇല്ലാ റഫഅ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖഹ്ത വൽ വബാഅ വൽ ഹർഖ വൽ ഗർഖ വൽ ആഫാതി വൽ ബലിയാതി. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മൗലിദ് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകൂല, മാറാവ്യാധികൾ ഉണ്ടാകൂല, ആഫാത്ത് മുസീബാത്തുകൾ ഉണ്ടാകൂല, വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകൂല, ഹസദ് ഉണ്ടാകൂല, ദേഷ്യമുണ്ടാകൂല, മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകൂല. ഞാൻ ഓരോന്നിൻ്റെ അറബി വായിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകൂല, മോഷണം അവിടെ സംഭവിക്കുകയില്ല. ഈ കാര്യങ്ങളെ തൊട്ടൊക്കെ വലിയ കാവൽ നൽകപ്പെടും. മാത്രമല്ല മരണപ്പെടുന്ന സമയത്ത് മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചോദ്യം വളരെ ലഘുവായിരിക്കും. ചോദ്യമില്ലാതെയാകാനൊക്കെ കാരണമാകും. വലിയ സ്ഥാനവും ലഭിക്കുമെന്ന് മഹത്തുക്കളൊക്കെ പറയുന്നു.
സുയൂത്തി ഇമാമ് മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത് കാണാം. അവിടുത്തെ അൽ വസായിലു ഫി ഷർഹി ഷമായിൽ എന്ന ഗ്രന്ഥത്തിൽ, മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫത്തിൽ മലായികത്തു ദാലിക്കൽ ബൈത്ത അവിൽ മസ്ജിദ അവിൽ മഹല്ല. ഏതൊരു വീട്ടിലാണോ, ഏതൊരു പള്ളിയിലാണോ, ഏതൊരു ദേശത്താണോ, ഏതൊരു നാട്ടിലാണോ മുത്തുനബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നത്, ആ നാടിനെയാകമാനം, ആ വീടിനെയാകമാനം, ആ പള്ളിയെ ഒന്നാകെയായിട്ട് മലക്കുകൾ അനാവരണം ചെയ്യുന്നതാണ്. വഅമ്മഹുമുല്ലാഹു ബിർറഹ്മത്തി വരിദ്വാൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെ വ്യാപിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഴുവനും അവിടെ ഇറങ്ങുന്നതാണ്. അപ്പോൾ നോക്കൂ, മുത്തുനബി തങ്ങളുടെ മൗലിദ് ഏതെങ്കിലും വീട്ടിൽ വെച്ച് പാരായണം ചെയ്താൽ വലിയ ഗുണമാണെന്നാണ് പറയുന്നത്. ഇനി മഹാനരായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഉദ്ധരണി കാണാം. ഞാൻ ഈ പറയുന്നതൊന്നും സ്വന്തം അഭിപ്രായമല്ല പറയുന്നത്. വലിയ വലിയ സൂഫിയാക്കൾ, ആലിമീങ്ങൾ, നമുക്ക് മുമ്പേ കടന്നുപോയ വലിയ വലിയ മഹത്തുക്കൾ പറഞ്ഞതാണ് പറയുന്നത്. ആരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് സദസ്സിൽ ഹാളിറായാൽ, ഖാലൽ ഇമാമുൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മഹാനരായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഹളറ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഹബീബായ തങ്ങളുടെ മൗലിദ് സദസ്സിൽ ഹാളിറായാൽ, വഅല്ലമ ഖദ്റഹു, വളരെ ആദരവോടുകൂടെയാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ ഈമാന് കൊണ്ട് വിജയിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഈമാന് കൊണ്ട് വിജയിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഈമാന് കൊണ്ട് വിജയിക്കുക എന്നുള്ളത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് മഹത്തുക്കളൊക്കെ നമ്മെ പറയുന്നത്. അതുകൊണ്ട് ഈ കടന്നു വരുന്ന 12ാം രാവെന്ന് പറയുന്ന ഇന്നത്തെ രാത്രി, നാളെ രാവിലെ വരെയുള്ള നബിതങ്ങൾ ജനിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിയോടടുത്ത വളരെ പവിത്രമേറിയ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മജ്ലിസ് ആ സമയങ്ങളിലൊക്കെ ഉണ്ടാകും. 3 മണിക്ക് തന്നെ രാത്രിയിൽ നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. പുലർച്ചെ നബിതങ്ങൾ ജനിച്ച സമയത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ മജ്ലിസ് അവസാനിക്കുക. ആ സമയത്തുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. ഈ ലോകത്തേക്ക് മുത്തുനബിതങ്ങൾ പിറന്നു വീണ ആ സമയമാണ്. ആ സമയം വളരെ പവിത്രമേറിയ സമയം. ആ സമയത്തിനെ കുറിച്ച് റമളാനിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞ ഇമാമുമാരൊക്കെയുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ആരെങ്കിലും മൗലിദ് ഓതാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടെത്തിയിട്ട് ഈ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് മൗലിദ് ഓതണം എന്നൊക്കെ തീരുമാനിക്കുമല്ലോ, ഇന്ന് ഇവിടെ വെച്ചിട്ട് മൗലിദ് ഓതും എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ അവന് വലിയ ഗുണമാണ്. നോക്കൂ, ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, മൻ ഖസദ മൗലിഅൻ യുഖ്റഉ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മുത്തുനബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തീരുമാനിച്ചാൽ, കരുതി വച്ചാൽ, ഖസദ റൗളത്തം മിൻ റിയാദിൽ ജന്ന, ഓനെ സ്വർഗ പൂങ്കാവനങ്ങളിൽപ്പെട്ട ഒരു പൂങ്കാവനമാക്കിയിട്ടാണ് ആ സ്ഥലത്തെ അവൻ ഉദ്ദേശിച്ച് കരുതി വച്ചിട്ടുള്ളത്. ഇത് എന്താ കാരണം എന്നറിയോ? ഇത് മുത്തുനബി തങ്ങളുടെ മഹബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഓന് യഥാർത്ഥത്തിൽ ഹബീബായ തങ്ങളെ സ്നേഹിക്കണമല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ ഞാൻ അവനോടൊപ്പം സ്വർഗത്തിലുണ്ടായിരിക്കുന്ന ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥലം റൗളയിൽപ്പെട്ട ഒരു റൗളയായിട്ട്, സ്വർഗ പൂങ്കാവനങ്ങളിൽപ്പെട്ട ഒരു പൂങ്കാവനമായിട്ടാണ് ഓൻ യഥാർത്ഥത്തിൽ കരുതുന്നത്. അള്ളാഹു നമുക്കതിൻ്റെ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ 12ാം രാവിൻ്റെ മജ്ലിസ് ഇന്ന് മഗ്‌രിബിന് ശേഷമുണ്ട്. അതേപോലെ തന്നെ പുലർച്ചെ സുബ്ഹിക്ക് 3 മണിക്ക് നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൗലിദ് സദസ്സ് 12ാം രാവിൻ്റെ മൗലിദ് സദസ്സ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവരും പുലർച്ചെ ദുആയിലൊക്കെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തേനെ. നിങ്ങളുടെ ദുആ വസീയത്തുകളൊക്കെ താഴെ എഴുതി അറിയിച്ചോളി. അള്ളാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.